ഓക്കെ, നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾ, അതായത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളെ മെറ്റീരിയൽ എവിടെയില്ല. നിങ്ങളെ മെറ്റീരിയൽ എവിടെയില്ല. പക്ഷേ നമ്മളുടെ FM ആവട്ടെ FM ആവട്ടെ, അതിൻ്റെ കീ എന്ന് പറയുന്ന സാധനമാണ് ഞാനിപ്പം പഠിപ്പിക്കാൻ പോണത്, ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ ടൈം വാല്യൂ ഓഫ് മണിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. റെഡി? അത് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഓക്കെ, ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഓക്കെ, ഒരു വ്യക്തി എന്ത് ചെയ്തു, ഒരു കല്യാണം കഴിച്ചു. ഒരു വ്യക്തി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീധനൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ ഫാദർ ഇൻ ലോൻ്റെ സമയത്ത് നമ്മളോട് അമ്മോഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഫാദർ ഇൻ ലോ ആണ് സംഭവം. ഇപ്പോൾ ഫാദർ ഇൻ ലോക്ക് ആ സമയത്ത് ഈ മറ്റെന്താ പറയുക, സ്ത്രീധനം കൊടുക്കാനൊന്നും പൈസ ഒന്നും ഇല്ലായിരുന്നു അന്ന്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയ സമയത്ത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി, എന്നിട്ട് അതിന് വൈഫിനെ വീട്ടിൽ കൊണ്ടുപോയി തിരിച്ച് നിർത്തി കുറേ പ്രശ്നങ്ങളൊക്കെ ആക്കി. അങ്ങനെയാണ് ആ സ്ത്രീധന പൈസ പുള്ളിക്കാരൻ വാങ്ങിച്ചെടുത്തത്. അതായത് സണ്ണിലോ വാങ്ങിച്ചെടുത്തത് അങ്ങനെയാണ്, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വാങ്ങിച്ചെടുത്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കണം, ഫാദർ ഇൻ ലോ സണ്ണിലോക്ക് എത്ര രൂപ കൊടുത്തോടാ? 1,00,000 രൂപ കൊടുത്തു. 1,00,000 രൂപ കൊടുത്തു. എപ്പോഴാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഇപ്പോൾ അതിനെ ഇയർ 0 എന്നാണ് വിളിക്കുന്നത്. ഇയർ 0യിൽ ഞാൻ എന്ത് ചെയ്തു, 10 ലക്ഷം രൂപ കൊടുത്തു വെച്ചോ. എടാ, പുള്ളിക്കാരൻ എന്തിനാണ് ഈ 1,00,000 രൂപ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഗൾഫിൽ പോകണം. ഓക്കെ, പുള്ളിക്കാരന് ഗൾഫിൽ പോകണം. അപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണം, പുള്ളിക്കാരന് പൈസ. അങ്ങനെയാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മൾ എസ്പെഷ്യലി ഞങ്ങളെ മലബാർ ഏരിയയിലൊക്കെ മറ്റേ ഗൾഫിൽ പോകാൻ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്ത് ചെയ്തു, പൈസ ഒക്കെ ഒപ്പിച്ചിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഗൾഫിൽ പോയി. കെട്ടിയ പെണ്ണിൻ്റെ ഭാഗ്യമാണെന്നും അറിയില്ല, പുള്ളിക്കാരൻ എന്ത് ചെയ്തു, കാര്യമായിട്ട് നല്ലോണം രക്ഷപ്പെട്ടു. ഓക്കെ, നല്ല രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു 5-8-10 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ വലിയ പൈസക്കാരനായി, ഹെവി പൈസക്കാരനായി, ടോപ്പായി പുള്ളിക്കാരൻ. ഓക്കെ, പുള്ളിക്കാരൻ ഹെവിയായി. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ദിവസം നാട്ടിൽ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം, 10 വർഷങ്ങൾക്ക് ശേഷം സണ്ണിലോ പുള്ളിക്കാരൻ നാട്ടിലെത്തി. വൈഫിൻ്റെ കൂടെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരനൊരു ചെറിയ കുറ്റബോധം. അപ്പോൾ എന്താണ് കുറ്റബോധം എന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അന്ന് നമ്മൾ വാപ്പാനോട് ചെയ്തത് ശരിയായില്ല, എൻ്റെ അച്ഛനോട് അന്ന് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനൊരു കുറ്റബോധം. അപ്പോൾ വൈഫ് കളിയാക്കിയത്, അന്ന് എന്തൊക്കെയായിരുന്നു, കുറേ പ്രശ്നങ്ങളായി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ ഇതൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് പുള്ളിക്കാരൻ രാത്രി കിടക്കുമ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ പൈസ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അന്ന് വാങ്ങി ശരിയായില്ല, പുള്ളിക്കാരന് ഇപ്പോൾ ആ പൈസ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വൈഫ് ഹാപ്പിയാണ്. കാരണം എന്താണ്, സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഏത് വൈഫിനും ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ വൈഫ് ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ വൈഫ് പോവാന്ന് പറഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി വന്ന വകയിൽ എന്ത് ചെയ്തു, പുള്ളിക്കാരന് കുറച്ച് ചോക്ലേറ്റ്സും മിഠായിയും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്, അറിയാലോ ഗൾഫിൽ നിന്ന് അങ്ങനെയാണല്ലോ. ഇതൊക്കെ കൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വൈഫ് ഹൗസിലോട്ട് പോയി. വൈഫ് ഹൗസിൽ പോയ സമയത്ത് ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ രാത്രി ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് സണ്ണിലോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അന്ന് വാങ്ങിയ 1,00,000 രൂപ അല്ലേ, പുള്ളിക്കാരന് ചെറിയ കവറിലാക്കി കൊണ്ട് എന്ത് ചെയ്തു, അത് ഫാദർ ഇൻ ലോൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അതായത് ടേബിളും ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ അന്ന് സ്ത്രീധനമായിട്ട് വാങ്ങിയ പൈസയാണ്, എന്തോ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ ഞാനത് തിരിച്ചു തരാൻ വന്നതാണ്, എന്തായാലും നിങ്ങളിത് എടുക്കണം എന്ന് പറഞ്ഞു. എടാ, 1,00,000 രൂപ തിരിച്ചു കൊടുത്തു. ഓക്കെ, എടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് മറുപടി ആയിട്ട് ഫാദർ ഇൻ ലോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫാദർ ഇൻ ലോ ആട്ടാന്ന് പറയും, നമ്മളെ നാട്ടിലൊക്കെ ആട്ടാന്നൊക്കെ പറയും, ഏതോ അതായത് പാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലേ. അപ്പം അങ്ങനെ ആട്ടിയും കൊണ്ട് പറഞ്ഞ്, എനിക്ക് ഈ പൈസ വേണ്ട, ഇത് മോന്തൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഫാദർ ഇൻ ലോ പറഞ്ഞു. അതിന് ഫാദർ ഇൻ ലോ അന്ന് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ പറഞ്ഞതാണ്, ഫാദർ ഇൻ ലോ തൊട്ട മുന്നിലുള്ള കുറച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതൊരു ഏക്കർ സ്ഥലമുണ്ട്, അന്ന് ഞാൻ 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വിറ്റ് കളഞ്ഞതാണ് ഈ ഒരു ഏക്കർ സ്ഥലം. ഓക്കെ, പക്ഷെ ഇന്ന് എനിക്ക് ഈ 1,00,000 യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിലെ 1 സെൻറ്റ് സ്ഥലം പോലും വാങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫാദർ ഇൻ ലോ പറഞ്ഞത്. അതോടുകൂടി കാര്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. സോ ആ സ്റ്റോറി അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വീണ്ടും തിരിച്ചു വരും, വെയിറ്റ് ചെയ്യും. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയണം. അടുത്തൊരു എക്സാമ്പിൾ,
നമ്മളെല്ലാവരും പറയും മറ്റേ ഷർട്ട് ചെറുതായി എന്ന് പറയും, ഷർട്ട് ചെറുതായി എന്ന് പറയും. ശരിക്കും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ശരിക്കും ഷർട്ട് ചെറുതാവുന്നതാണോ അതോ നമ്മൾ വലുതാവുന്നതാണോ? എടാ ഒബ്വിയസ്ലി നമ്മൾ വലുതാവുന്നതാണ്. പക്ഷെ നമ്മളെന്താ പറയുന്നത്, ഷർട്ട് ചെറുതായി എന്നാണ് പറയാം. ഞാൻ വലുതായി എന്ന് പറയുന്നതിന് പകരം നമ്മളെന്താ പറയുക, ഷർട്ട് ചെറുതായി എന്നാണ് പറയാം. ഇതേപോലെ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ അച്ഛന്മാരൊക്കെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ ഒരു പറയും അരിക്ക് വില കൂടിയെന്ന് പറയും, അരിക്ക് വില കൂടിയെന്ന് പറയും. അപ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് അരിക്ക് വില കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഞാൻ ഒരു കാര്യം ചോദിക്കാം, കഴിഞ്ഞ വർഷം 20 രൂപക്ക് 1 കിലോ അരി വാങ്ങിയ സ്ഥാനത്ത് ഇപ്പം 22 രൂപക്കാണ് അരി വാങ്ങേണ്ടി വരുന്നതെങ്കിൽ, എടാ ഇതിനല്ലടാ നമ്മൾ വില കൂടി എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം 20 രൂപക്ക് വാങ്ങിയ സാധനം ഇന്ന് 22 രൂപക്ക് വാങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനാണല്ലോ നമ്മൾ വില കൂടി എന്ന് പറയാം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ശരിക്കും അരിൻ്റെ വില കൂടുന്നതാണോ പൈസൻ്റെ മൂല്യം കുറയുന്നതാണോ? ഓക്കെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അപ്പോൾ അരിൻ്റെ വില കൂടിയെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് 1 കിലോ അരിൻ്റെ മുകളിൽ എന്ത് ബെനിഫിറ്റാണോ കിട്ടിക്കൊണ്ടിരുന്നത് അതേ ബെനിഫിറ്റിനല്ലടാ ഇപ്പോഴും 1 കിലോ അരി കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്ന് 1 കിലോ അരി വാങ്ങിയിട്ട് കലത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ 22 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് 1 കിലോ അരി വാങ്ങി കലത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ 2 കിലോൻ്റെ ചോറൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് 1 കിലോ അരി കൊണ്ട് എത്രയാണോ ബെനിഫിറ്റ്സ്, വാല്യൂ എന്താണോ കിട്ടിയത്, ആ വാല്യൂ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നത് എന്താടാ, അരിൻ്റെ വില കൂടിയെന്ന് പറയും. ആക്ച്വലി അരിൻ്റെ വില കൂടല്ല അവിടെ ചെയ്യുന്നത്, പൈസൻ്റെ മൂല്യം കുറയാണ് ചെയ്തിട്ടുള്ളത്. നോട്ട് ദ പോയിന്റ്, ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പൈസൻ്റെ മൂല്യം കുറയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ ആണോ മക്കളെ? ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് മക്കളെ, നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വർഷം കൂടുന്നതിനനുസരിച്ച് പൈസൻ്റെ മൂല്യം കുറഞ്ഞു വരുന്നുണ്ട് മക്കളെ. ഈ പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം വാല്യൂ ഓഫ് മണി. നിങ്ങൾ മനസ്സിലാക്കുക, ഫ്യൂച്ചറിലുള്ള ഒരു സാധനത്തിന് എപ്പോഴും ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ, എടാ ഇന്ന് 1 രൂപ കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നാളെ 1 രൂപ ഒരാൾ തരാമെന്ന് പറയുന്നതിനേക്കാളും. കാരണം 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഫ്യൂച്ചർ അൺസേർട്ടൺ ആണ്. പെട്ടെന്നൊരു കോവിഡ് വന്നിട്ട് നമുക്ക് തരാനുള്ള പൈസ തരാതിരിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി സെർട്ടനിറ്റി അവിടെ ഉറപ്പായി കഴിഞ്ഞു, കിട്ടി എന്നുള്ള ഉറപ്പായി. നേരെ മറിച്ച് 1 വർഷം കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി അൺസേർട്ടൺ ആണ്. കൺസെപ്റ്റ് അതാണ് മനസ്സിലാക്കുന്നത്, ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി അൺസേർട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂവിനെക്കാളും എത്രയോ ചെറുതായിരിക്കും. ഫ്യൂച്ചറിൽ ഒരാൾ 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും ഒരു 1000 രൂപേൻ്റെ വാല്യൂ ഒന്നും അതിന് ഉണ്ടാവില്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഈ അരിൻ്റെ കേസിൽ തന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന, ഇപ്പോൾ ഇയർ 0യും ഇയർ 1 ആണെന്ന് വെച്ചോ, ഇയർ 0യും ഇയർ 1 ആണെന്ന് വെച്ചോ, 1 വർഷം കഴിഞ്ഞിട്ട് 22 രൂപ ഈക്വൽ ടു ഇന്നത്തെ 20 രൂപക്ക് തുല്യമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫ്യൂച്ചറിലുള്ള ഒരു സാധനത്തിനെ പ്രസൻറ്റിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളവിടെ ഡിസ്കൗണ്ട് ആണ് ചെയ്യുക. ഡിസ്കൗണ്ട് അതായത് വാല്യൂ കുറയാണ് ചെയ്യുക. ഫ്യൂച്ചറിലുള്ള ഒരു ക്യാഷ് ഫ്ലോനെ പ്രസൻറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. കൺസെപ്റ്റ് നോക്കണം. നേരെ മറിച്ച് ഇയർ 0 ഉള്ളൊരു സാധനത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുതലാണ് ചെയ്യുക. അതിന് നമ്മൾ കോമ്പൗണ്ടിങ് എന്നാണ് പറയുക, കോമ്പൗണ്ടിങ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതിന് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു വെച്ചാൽ കോമ്പൗണ്ട് ചെയ്യാന്ന് പറയും. കൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എന്തൊക്കെ റീസൺസ് ആണ് ഇതിനുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ റീസൺ ആണുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ ഫാദർ ഇൻ ലോ സൺ ഇൻ ലോ എക്സാമ്പിളിലോട്ട് പോവാം. ഫാദർ ഇൻ ലോ സൺ ഇൻ ലോ എക്സാമ്പിളിൽ ഫാദർ ഇൻ ലോ ആ പൈസ വാങ്ങാതിരിക്കാൻ പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഈ 1 ലക്ഷത്തിന് വേണ്ടി വിറ്റതാണ് ഈ 1 ഏക്കർ സ്ഥലം, പക്ഷേ ഇന്ന് ഈ 1 ഏക്കർ സ്ഥലം, ഇതിലെ 1 സെൻറ്റ് സ്ഥലം പോലും എനിക്ക് ഈ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താ, എടാ പർച്ചേസിങ് പവർ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. കൺസെപ്റ്റ് നോക്കണം, പർച്ചേസിങ് പവർ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. സെറ്റല്ലേ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നോക്കണം. എടാ പർച്ചേസിങ് പവർ കുറഞ്ഞു. ഓക്കെ, ഒരു റീസൺ ആണത്. പിന്നെ ഒബ്വിയസ്ലി ഇൻഫ്ലേഷൻ ഒബ്വിയസ്ലി ഓരോ വർഷം കഴിയുമ്പോഴും പതിയെ കുറച്ച് റേറ്റ് കൂടി വരും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് പഠിക്കാണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടൊരു കൺസെപ്റ്റ് പഠിക്കാണ്ട്. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇൻഫ്ലേഷൻ കാരണം എന്തുണ്ട്, പൈസൻ്റെ മൂല്യം കുറയുന്നുണ്ട്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടൊരു സാധനം കൂടി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഞാൻ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എനിക്കൊരാളിലെ 10,000 റുപ്പീസ് തരാണ്ട്,
പുള്ളിക്കാരന് ഇന്ന് പുള്ളിക്കാരൻ ഗൾഫിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ പറയണം, അഫ്സലെ നീ ഇപ്പോൾ വന്നാൽ എനിക്ക് 10,000 റുപ്പീസ് ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എനിക്ക് ഞാൻ 10,000 റുപ്പീസ് തരാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷമായിരിക്കും ഞാൻ വരാം, ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരാം, ആ സമയത്ത് ഞാൻ തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ എനിക്ക് ഇപ്പം പോയിട്ട് ആ പൈസ വാങ്ങാം, അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താടാ, ഇപ്പോൾ പൈസ വാങ്ങുന്നതിന് പകരം എന്ത് ചെയ്താൽ വേടാ, ഒരു വർഷം കഴിഞ്ഞിട്ട് പോയിട്ട് വാങ്ങാം. ഓക്കെ, ഞാൻ രണ്ടിൻ്റെയും സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം, രണ്ടിൻ്റെയും കൺസെപ്റ്റും പറഞ്ഞുതരാം, മാത്തമാറ്റിക്കലി അത് കാണിച്ചു തരാം. ഇപ്പോൾ മനസ്സിലാക്കാം. 10,000 റുപ്പീസ് ആണെങ്കിൽ തരാനുള്ളത് ഒരു ഓപ്ഷനാണ് എനിക്ക് ഇന്ന് വാങ്ങാമെന്നുള്ളത്. മറ്റൊരു ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ ബി ആണെന്ത്, ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 10,000 വാങ്ങാമെന്നുള്ളത്. റെഡി? ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എനിക്ക് ഇന്ന് ഈ പറയുന്ന 10,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ, എനിക്കിത് ഇൻവെസ്റ്റ് ചെയ്ത് വിടാം. ബി ഓപ്ഷൻ ആട്ടോ, ബി ഓപ്ഷൻ 10,000 ഒരു വർഷം കിട്ടും, അത് അവിടെ നിൽക്കട്ടെ. എടാ ഇന്ന് എനിക്ക് 10,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കയ്യിൽ വെച്ചിരിക്കുന്നതാണോ പറയുന്നത്? എടാ ഞാനത് കയ്യിൽ വെക്കൂല, പകരം എന്ത് ചെയ്യും, അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല. എടാ അറ്റ്ലീസ്റ്റ് റിസ്ക് ഫ്രീ റിട്ടേൺ, ഫിക്സഡ് ഡെപ്പോസിറ്റെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ 6% മിനിമം റിട്ടേൺ കിട്ടില്ലേ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഞാൻ ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ കിട്ടൂടാ? 10,000 റുപ്പീസ് പ്ലസ് 6%, അതായത് 600 രൂപ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഓഫ് 10,600 റുപ്പീസ്. എടാ ശരിക്കും നിങ്ങൾക്കില്ലേ ഇന്ന് 10,000 കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ മിനിമം നിങ്ങൾക്ക് അത് 10,600 എങ്കിലും ആക്കാൻ പറ്റുമായിരുന്നു. 10,600 എങ്കിലും ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ബി ആൻസർ ആണ് ചൂസ് ചെയ്തെന്ന് വെച്ചോ, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ 10,000 റുപ്പീസ് വാങ്ങുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് മിസ്ഡ് വൺ ഇൻകം. ഏതാടാ ഇൻകം? ഈ 600 റുപ്പീസ് ഐ ഹാവ് മിസ്ഡ് മൈ ഇൻകം. അല്ലടാ ശരിയല്ലേ? എനിക്ക് ഇന്ന് വാങ്ങിയിരുന്നെങ്കിൽ എനിക്ക് അതിന് മുകളിൽ ഒരു 600 രൂപ എക്സ്ട്രാ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് വാങ്ങുന്നതുകൊണ്ട് ഐ ഹാവ് മിസ്ഡ് ദാറ്റ് ഇൻകം. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഐ ഹാവ് മിസ്ഡ് ദാറ്റ് ഇൻകം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കൺസെപ്റ്റ് ഓക്കെ ആണോ? റെഡി ആണോ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ എടാ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു നോക്കടാ, ഇവിടെ ഉണ്ടായിരുന്ന 10,000 ഞാൻ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ആഡാ ചെയ്തത് അല്ലേ? ആഡാ ചെയ്തത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? കോമ്പൗണ്ടിങ് എന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു കോമ്പൗണ്ടിങ് എന്നാണ് വിളിച്ചത്. ഇനി അടുത്ത നോക്കിക്കോടാ, ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 10,000 റുപ്പീസില്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 10,000 റുപ്പീസ്, ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാ, ഒരു 600 രൂപ ഞാൻ കിട്ടേണ്ട ഒരു ഇൻകം മിസ് ചെയ്തു. എടാ ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഇൻകം നഷ്ടപ്പെട്ടുക്കണമെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഇൻകം എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ ലിറ്ററലി എനിക്കൊരു സങ്കടം ഉണ്ടാവില്ലടാ, ഞാൻ ശരിക്കും ഒരു 600 രൂപ മിസ് ചെയ്തത്. അത് നമ്മളെ കോസ്റ്റായിട്ട് മാറും. നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കില്ലേ ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 10,000 റുപ്പീസിന് ഇന്നത്തെ 9,400 രൂപയായിട്ട് ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോണത്. അപ്പോൾ എന്താ ഫ്യൂച്ചറിലുള്ളൊരു ഫിഗറിനെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്തത്. അതിന് നമ്മൾ എന്താ വിളിച്ചതെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിങ് എന്നാണ് വിളിക്കുക. ഡിസ്കൗണ്ടിങ് പറഞ്ഞോ? ഓക്കെ ആണോ? സെറ്റാണോ? റെഡി? ഞാനൊരു വേറൊരു എക്സാമ്പിളും കൂടി പറയാം. വേറൊരു രണ്ട് ചെറിയ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നേരെ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ക്ലാസ്സൊക്കെ എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫീഡ്ബാക്കൊക്കെ ഉണ്ടാക്കി ക്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വന്നു. അത് പെട്ടെന്നുണ്ടായൊരു കല്യാണമാണ്, പെട്ടെന്നൊരു കല്യാണം ഉണ്ടായി. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അഫ്സലെ ഒന്നും നോക്കണ്ട, നീ ഇവിടെ ഉണ്ടാവണം, പരിപാടിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് കണ്ണൂരിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഞാനപ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന വ്യാഴാഴ്ച ഞാൻ ലീവായിരിക്കും, അപ്പോൾ നിങ്ങളത് ലീവാക്കിയോ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അവർക്ക് അത് ഇഷ്യൂ ഇല്ല, കുഴപ്പമില്ലാണ്ട് പോയി. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എനിക്കൊരു ദിവസം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ 1,000 റുപ്പീസ് ആണെച്ചോ. ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്താൽ എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ 1,000 റുപ്പീസ് ആണെച്ചോ. ഫോർ എക്സാമ്പിൾ, എടാ എനിക്ക് അതവിടെ നിൽക്കട്ടെ, എനിക്ക് എന്തൊക്കെ ചിലവുകളുണ്ട് നോക്കാം. എടാ ഒന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ, ട്രെയിൻ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ വന്ന് തിരിച്ചു പോകാൻ വേണ്ടി 200 രൂപ ഇപ്പോൾ ചിലവായെന്ന് വെച്ചു ഫോർ എക്സാമ്പിൾ. പിന്നെ പോയി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫുഡിൻ്റെ ഒക്കെ ചെറിയ എക്സ്പെൻസൊക്കെ കൂട്ടിയിട്ട് അതൊരു 100 റുപ്പീസ് ഉണ്ട് വെച്ചോ. ഓക്കെ, പിന്നെ ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയതൊക്കെ ആയിട്ട് ഓട്ടോ ചാർജ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 150 രൂപ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, പിന്നെന്താണ്, ഞാൻ എൻ്റെ ബസ്സിന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ് ഫെയർ ആയിട്ട് ഒരു 50 രൂപ വേറെ ഉണ്ടായെന്ന് വെച്ചോ. ഓക്കെ, ടോട്ടൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ ചിലവായിടാ? ട്രെയിൻ ടിക്കറ്റിനായിട്ട് 200 രൂപ പോയി,
ഫുഡിനായിട്ട് 100 രൂപ പോയി, ഓട്ടോ ചാർജായിട്ട് 150 രൂപ പോയി, ബസ്സിന് ചാർജായിട്ട് 50 രൂപ പോയി. ദ ടോട്ടൽ ഓഫ് 500 രൂപ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ പോക്കറ്റിൽ നിന്ന് ഔട്ട്ഫ്ലോ സംഭവിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ വ്യാഴാഴ്ച നാട്ടിൽ വന്നു, കല്യാണമൊക്കെ കൂടി അടിപൊളിയായിട്ട്. വെള്ളിയാഴ്ച കല്യാണമൊക്കെ കൂടി ഞാൻ പിറ്റേ ദിവസം വീണ്ടും തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയി. ഞാൻ അന്ന് രാത്രി കിടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇന്ന് ഈ കല്യാണം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആക്ച്വലി ഒരു 1000 രൂപ കിട്ടേണ്ടതായിരുന്നു. 1000 രൂപ കിട്ടൽ മാത്രമാണോ, എനിക്കിങ്ങനെ ഒരു 500 രൂപേൻ്റെ ചിലവും വരില്ലല്ലോ. അപ്പോൾ എനിക്ക് കല്യാണത്തിന് പോയത് കൊണ്ട് എനിക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. കല്യാണത്തിന് പോയതുകൊണ്ട് എന്തൊക്കെ നഷ്ടമുണ്ടായി, 500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കോസ്റ്റ് ആയിട്ട് പോയി അല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിച്ചു. പ്ലസ് ഐ ഹാവ് മിസ്ഡ് 1000 റുപ്പീസ് റെമ്യൂണറേഷൻ ആയിട്ട് എനിക്ക് കിട്ടേണ്ട 1000 രൂപ ഞാൻ മിസ് ചെയ്തു. അങ്ങനെ എനിക്ക് ടോട്ടൽ നഷ്ടം 1500 രൂപ. അപ്പോൾ ആ ഒരു കല്യാണത്തിന് ഞാൻ 1500-നെക്കാളും വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പരിപാടിക്ക് പോകുള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കടാ, ഇവിടെ അല്ലേ എനിക്കുണ്ടായ ഈ 1500 രൂപയിൽ രണ്ടും നമ്മൾ ഔട്ട്ഫ്ലോ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അല്ല, രണ്ടും നമ്മുടെ ഔട്ട്ഫ്ലോ അല്ല. 500 രൂപ മാത്രമാണ് എൻ്റെ കയ്യിലുള്ള ഔട്ട്ഫ്ലോ. പക്ഷേ 1000 രൂപ ഐ ഹാവ് മിസ്ഡ് ദാറ്റ് ഇൻകം. ആ ദിവസം ഞാൻ ക്ലാസ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ഇൻകം ഞാൻ മിസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് ഓക്കെ ആണോ? നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞോളൂ. സെറ്റാണോ? സൂപ്പർ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ ഞാൻ പറഞ്ഞു. ഇനി ചെറിയൊരു കൺസെപ്റ്റും കൂടി ഞാൻ പറയാം. ഓക്കെ, ചെറിയൊരു കൺസെപ്റ്റ് കൂടി ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ കേസിൽ തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് എടുത്താൽ എനിക്കൊരു ദിവസം കിട്ടുന്നത്, ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഫർഷാദ് ആണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ അഫ്സൽ സാർ, അതുപോലെ തന്നെ ഫർഷാദ്. ഓക്കെ, അഫ്സൽ സാറിന് ഒരു ദിവസം ക്ലാസ് എടുത്താൽ ഞാൻ പറഞ്ഞു റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടുക 1000 രൂപയാണെന്ന് വെച്ചോ. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് കണ്ണൂരിൽ തന്നെയാണ്, പക്ഷേ ഫ്രണ്ട് വേറൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചോ. അപ്പോൾ പുള്ളിക്കാരന് ഒരു ദിവസം 500 രൂപയാണ് സാലറി എന്ന് വെച്ചോ. നമ്മൾ ക്വാളിഫൈഡ്, അപ്പോൾ നമുക്ക് കുറച്ച് കൂടി അല്ലേ, നമ്മൾ CM ടോപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് 1000, മറ്റൊരു 500. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ കുറേ എക്സ്പെൻസുകളുണ്ട്. ആ എക്സ്പെൻസുകളൊക്കെ കൂട്ടിയിട്ട് 500 രൂപ. എടാ, അത് രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടാവില്ലേ? ഞങ്ങൾ രണ്ടാളും അന്ന് രാത്രി കിടന്നിരുന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്ന നഷ്ടം എത്ര ആയിരിക്കും? 1500 രൂപയാണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നേരെ മറിച്ച് ഫർഷാദിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എത്ര ആയിരിക്കും? അവിടെ 1000 മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണിയിലെ ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലും ഡിഫറെൻ്റ് ആണ്. കാരണം അവർ ഓരോരുത്തരുടെയും എക്സ്പെക്റ്റേഷൻ ഡിഫറെൻ്റ് ആണ്. ഫർഷാദിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു ദിവസം 500 രൂപ കിട്ടിയാൽ മതി, അവൻ ഓക്കെയാണ്. അവർക്ക് 500 രൂപയാണ് അവൻ മിസ് ചെയ്തില്ലേ. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ എക്സ്പെക്റ്റേഷൻ അതിനെക്കാളും മുകളിലാണ്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ 1000 ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതലാണ്. കൺസെപ്റ്റ് മനസ്സിലായടാ മക്കളെ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിൽ ഈ ഒരു പോർഷനാണ് നമുക്ക് രണ്ടുപേർക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരുന്നത്. ആ രണ്ട് പോർഷൻ എന്താണ്? രണ്ടുപേരുടെയും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ടൈം വാല്യൂ ഓഫ് മണി പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. സംഭവം ഇങ്ങനെയൊക്കെ തിയറി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രോബ്ലം ചെയ്യൽ സിമ്പിളാണ്. മനസ്സിലാക്കി ചെയ്താൽ അപ്പോൾ തന്നെ ചെയ്തങ്ങ് പോയാൽ മതി. സെറ്റാണോ? റെഡി? യെസ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സൺ ടു പേഴ്സൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി ഡിഫറെൻ്റ് ആവുമെന്ന് ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ്. ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ കാലിക്കറ്റ് ക്ലാസ് എടുക്കാൻ പോയാൽ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം ക്ലാസ് എടുത്താൽ കാലിക്കറ്റിൽ നിന്ന് 1000 റുപ്പീസ് കിട്ടും. ഓക്കെ, റെമ്യൂണറേഷൻ. കാലിക്കറ്റ് ആണെങ്കിൽ എൻ്റെ വീട് പരപ്പനങ്ങാടി തൊട്ടടുത്താണ്. എനിക്ക് ഡെയിലി വീട്ടിൽ പോയിരാം. എൻ്റെ ഫാമിലിൻ്റെ കൂടെ അതേപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ എനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് കാര്യങ്ങൾ, എനിക്ക് ഡെയിലി വന്ന് പോകാൻ പറ്റും. വീട്ടിലെ ഫുഡ് കഴിക്കുക, പുറത്തത്തെ ഫുഡ് കുറേ ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ എടുക്കട്ടെ, റെമ്യൂണറേഷൻ എടുക്കട്ടെ. ഈ സമയത്താണ് കൊല്ലത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്തടാ ഒരു കോൾ വന്നു. പറഞ്ഞു അഫ്സൽ സാർ ഇവിടെ ക്ലാസ് എടുക്കാൻ വരണോ, നിങ്ങൾ ക്ലാസ് നമുക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റെമ്യൂണറേഷൻ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു സാറിൻ്റെ റേറ്റ് എത്ര? ഞാൻ പറഞ്ഞു 1000 രൂപയാണ് ഒരു ദിവസം ക്ലാസ് എടുത്താൽ. ഒരു ദിവസം എനിക്ക് 1000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറേ എങ്ങനെയാണ് സാറ് ക്ലാസ് എടുക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാലിക്കറ്റ് 1000 രൂപയാണ് ക്ലാസ് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ കൊല്ലം ടീം എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളും 1000 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ കൊല്ലത്തോട്ട് ക്ലാസ്സിന് പോവോ അല്ലെങ്കിൽ ഞാൻ കാലിക്കറ്റിനായിരിക്കും പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, കൊല്ലത്തോട്ട് ഞാൻ പോവോ അല്ലെങ്കിൽ കാലിക്കറ്റ് പ്രിഫർ ചെയ്യുമോ, ഏതായിരിക്കും എൻ്റെ ചോദ്യം?
എടാ എനിക്ക് ഇവിടുന്ന് കൊല്ലത്തോട്ട് ഒരു 7 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ 14 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി വരും. ഏത് ഒരു 1 വീക്കൊക്കെ പോരുമ്പോൾ 2 തവണ ട്രാവൽ ചെയ്യും. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും ഉറപ്പായിട്ടും, നിങ്ങൾക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലടാ, എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈമൊക്കെ മിസ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാലിക്കറ്റ് പോകുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലാണ് കൊല്ലത്തോട്ട് പോകാൻ. അപ്പോൾ കൊല്ലത്ത് എന്നോട് 1000 രൂപ പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട മേഡം, ഞാൻ കാലിക്കറ്റിന് ക്ലാസ് എടുത്തോളം കുഴപ്പമൊന്നുമില്ല ആരും. എടാ ഞാൻ കൊല്ലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെനിക്ക് 1200 തന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകും. നിങ്ങൾ മനസ്സിലാക്കാം, ഒരു പേഴ്സണ് തന്നെ ഡിഫറെൻറ്റ് ടൈം വാല്യൂ ഓഫ് മണിയിലെ റേറ്റ് വരും, ഡിഫറെൻറ്റ് കോമ്പൻസേഷൻ വരും. കാരണം എന്താണ്? റിസ്ക് പ്രൊഫൈൽ ഡിഫറെൻ്റ് ആയതുകൊണ്ട്. മനസ്സിലാക്കണേ, റിസ്ക് പ്രൊഫൈൽ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് വരുടാ, ഈ ടൈം വാല്യൂ ഓഫ് മണി ഇൻഡിവിജ്വലി ഡിഫറൻസ് വരും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കത്തി മക്കളെ, സെറ്റാണോ മക്കളെ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? യെസ്. ഞാൻ നേരെ ടോപ്പിക്കിലോട്ട് പോകാൻ പോകാൻ ഒന്നാമത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ മെറ്റീരിയൽ ഇല്ല, ഒന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ടൈം വാല്യൂ ഓഫ് മണി ഞാൻ മുന്നോട്ട് കൊണ്ട്. എ റുപ്പി റിസീവ്ഡ് ടുഡേ, 1 രൂപ ഇന്ന് റിസീവ് ചെയ്യുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ് റിസീവ്ഡ് ടുമോറോ. എടാ ശരിക്കും പറഞ്ഞാൽ ഒരു നാളെ റിസീവ് ചെയ്യുന്നതിനേക്കാളും ഇന്ന് കിട്ടുന്ന 1 രൂപ വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കിട്ടുന്ന 1 രൂപയ്ക്ക് വലുതാണെന്നാണ് പറയുന്നത്. ബിക്കോസ് ദ മണി ഹാസ് ടൈം വാല്യൂ. എടാ നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാരണം എന്താണ്? മണിക്ക് എന്തുണ്ട്? ടൈം വാല്യൂ ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത, ദ ടൈം വാല്യൂ ഓഫ് മണി ഈസ് എ കോമ്പൻസേഷൻ ഓഫ് പോസ്റ്റ്പോൺമെൻറ്റ്. എടാ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ടൈം വാല്യൂ ഓഫ് മണി അതായത് ഇവിടുന്ന് ഇപ്പോൾ 600 രൂപേൻ്റെ ഒരു ഡിഫറൻസ് വന്നില്ലടാ, അവിടെ ഇപ്പോൾ ഒരു 600 രൂപേൻ്റെ ഡിഫറൻസ് വന്നില്ലേ? ഈ 600 രൂപേൻ്റെ ഡിഫറൻസ് എങ്ങനെയാടാ വന്നത്? ഈ 600 രൂപേൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? എടാ അത് കോമ്പൻസേഷൻ അല്ലേ? അത് കോമ്പൻസേഷൻ ആണ്. എന്തിന്? ഞാനിത് പോസ്റ്റ്പോൺ ചെയ്യുന്നതിനുള്ള കോമ്പൻസേഷൻ, അതിനാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി. എടാ ഇവിടുന്ന് ഞാൻ ഒരു 600 രൂപ മാറ്റി വെച്ചില്ലേ? എന്തിനാണ് 600 മാറ്റി വെച്ചിട്ട് 9400 ഞാൻ ഡിസിഷൻ മേക്കിങ്ങിൽ എടുത്തത്? ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന 10,000 റുപ്പീസിൽ നിന്ന് 600 രൂപ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി 9400 ഞാൻ ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ മാറ്റി വെക്കുന്ന 600 രൂപ അതെന്താണ്? ഞാൻ ശരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് വാങ്ങുമ്പോൾ എനിക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ ആണ്. അത് ഞാൻ മാറ്റി വെച്ചിട്ടേ ഞാൻ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുള്ളൂ. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ശരിക്കും കോമ്പൻസേഷൻ ആണ്. എന്തിന്? ഡിലേ വരുത്തുന്നതിനുള്ള കോമ്പൻസേഷൻ. സെറ്റാണോ? മുന്നോട്ട് പോകുന്നുണ്ട്. ദ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, റിസ്ക് ഫ്രീ റേറ്റ് ആൻഡ് റിസ്ക് പ്രീമിയം. ഇതൊക്കെ കൂടിയതാണ് ടൈം വാല്യൂ ഓഫ് മണിയിലെ റേറ്റ് എന്നാണ് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ദ ടൈം വാല്യൂ ഓഫ് മണി ക്യാൻ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ബിക്കോസ് ഈച്ച് പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് ഡിസൈഡ് കോമ്പൻസേഷൻ ഫോർ പോസ്റ്റ്പോണിങ് ദ കൺസംഷൻ ഓഫ് മണി. ഞാൻ നേരത്തെ അഫ്സൽ സാറിൻ്റെയും ഫർഷാദിൻ്റെയും എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവിടെ ഞാൻ പറഞ്ഞില്ലടാ, ഡിഫറെൻറ്റ് പീപ്പിളിന് ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. കോമ്പൻസേഷനിൽ ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻ ആണ് ഉണ്ടാവാൻ പോണേ. കൺസെപ്റ്റ് ഓക്കെ ആണ്? ആ പറഞ്ഞ പോയിന്റ് ഓക്കെ അല്ലടാ മക്കളെ? യെസ്. നമ്മൾ എന്നിട്ട് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് അടിക്കണം. ദ ടൈം വാല്യൂ ഓഫ് മണി ക്യാൻ ബി ഡിഫറെൻറ്റ് ഫോർ ദ സെയിം ഇൻഡിവിജ്വൽ. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ശരിക്കും സെയിം ഇൻഡിവിജ്വലിന് തന്നെ, ഒരു ഇൻഡിവിജ്വലിന് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴാണ്? എന്തുകൊണ്ടാണ്? റിഗാർഡിങ് ഡിഫറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കോസ് ദ റിസ്ക് പ്രൊഫൈൽ ഈസ് ഡിഫേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ശരിക്കും എന്താണ്? ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീൻ്റെ റിസ്ക് പ്രൊഫൈൽ. എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാലിക്കറ്റ് എനിക്ക് ക്ലാസ് എടുക്കുന്നതും കൊല്ലത്ത് ക്ലാസ് എടുക്കുന്നതും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താണ്? റിസ്ക് കൂടുതൽ എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ കോമ്പൻസേഷൻ എക്സ്പെക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. കൺസെപ്റ്റ് ഓക്കെ അല്ലടാ മക്കളെ? റെഡി? യെസ്. അടുത്ത, ഫാക്ടേഴ്സ് ഡിറ്റർമൈൻസ് ദ ടൈം വാല്യൂ ഓഫ് മണി. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി നോർമലി എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ഞാൻ പറഞ്ഞ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഓബ്വിയസ്ലി ഉണ്ട്. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അടുത്ത പർച്ചേസിങ് പവർ. എടാ ഞാൻ ഫാദർ ഇൻ ലോ സൺ ഇൻ ലോ എക്സാമ്പിളിൽ ഫാദർ ഇൻ ലോ പറഞ്ഞ ദ റെലവൻറ്റ് ഡയലോഗ് എന്താണ്? ഡയലോഗ് മറ്റെന്താണ്? അന്ന് ഞാൻ 1 ഏക്കർ സ്ഥലത്തിന് വിറ്റിട്ട് കിട്ടിയ 1 ലക്ഷം രൂപ, ഇന്ന് ഈ 1 ലക്ഷം കൊണ്ട് എനിക്ക് എന്തില്ല, 1 സെൻറ്റ് വാങ്ങാൻ പറ്റില്ല. ബിക്കോസ് പർച്ചേസിങ് പവർ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വർഷം മുമ്പ് എനിക്ക് 20 രൂപക്ക് 1 കിലോ അരി കിട്ടും, ഇന്ന് 20 രൂപക്ക് എനിക്ക് 1 കിലോ അരി കിട്ടില്ല. കാരണം എന്താണ്? എനിക്ക് 20 രൂപക്ക് അന്നത്തെ 20 രൂപക്ക് ഇന്നത്തെ 20 രൂപേൻ്റെ വാല്യൂ ഇല്ല. ഓക്കെ. അന്നത്തെ 20 രൂപ അടിപൊളി വാല്യൂ ഇരുന്ന്, ഇന്നത്തെ 20 രൂപക്ക് അന്നത്തെ അത്ര വാല്യൂ ഇല്ല. അതാണ് സംഭവം. ഓക്കെ. ദെൻ ടൈം വാല്യൂ ഓഫ് മണി മെയിനായിട്ട് ശ്രദ്ധിക്കുക. 2 രീതിയിലാണ് നമ്മളോട് പ്രോബ്ലം ചെയ്യാൻ പറയാം. ഒന്ന് പ്രസൻറ്റിലുള്ള ഫ്യൂച്ചറിലോട്ട് കൊണ്ടുപോകാൻ. മനസ്സിലാക്കുക, പ്രസൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കോമ്പൗണ്ടാണ് ചെയ്യുക, ആഡാണ് ചെയ്യുക. അത് ഞാൻ ഇവിടെ ഓൾറെഡി ഞാൻ നേരത്തെ ചിത്രം വെച്ച് കാണിച്ചു തന്നില്ലേ? പ്രസൻറ്റിലുള്ള ഒരു ഫിഗറിനെ നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്
നിങ്ങൾ കോമ്പൗണ്ട് ആണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇന്നത്തെ ഒരു സാധനത്തിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ഇപ്പോൾ 1000 രൂപ വെച്ചോ, അത് 1000+ ആയിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ. കാരണം അതിൻ്റെ മുകളിൽ കോമ്പൻസേഷൻ ആയിട്ട് എന്താണ് റിട്ടേണും കൂടി അതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ട് ചെയ്ത് കഴിയും. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഫ്യൂച്ചറിലുള്ള ഒരു 1000 രൂപ വെച്ചോ, ഫ്യൂച്ചറിലുള്ള ഒരു 1000 രൂപയ്ക്ക് ഇന്നത്തെ 1000 രൂപേൻ്റെ വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഫ്യൂച്ചറിലുള്ളൊരു സാധനം പ്രസൻറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ അതിൻ്റെ വാല്യൂവിൽ ഡിമിനിഷിങ് സംഭവിക്കും. മനസ്സിലാക്കുക, ഡിസ്കൗണ്ടിങ് ആണ് സംഭവിക്കാം. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5000 രൂപ ഉണ്ടെന്ന് വെച്ചോ, 5000 റുപ്പീസ് ഉണ്ടെന്ന് വെച്ചോ, അതിൻ്റെ ഇന്നത്തെ വാല്യൂ ഇത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക 5000 മൈനസ് ആയിരിക്കും. 5000 കാണി താഴെ ആയിരിക്കും വാല്യൂ വരാം. അത്ര ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്ത എടാ ഫ്യൂച്ചർ വാല്യൂയിലോട്ട് കൊണ്ടുപോകാനും പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരാനും നമുക്ക് നോക്കാം. ഫ്യൂച്ചർ വാല്യൂയിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൂന്ന് രീതിയിലാണ് മെയിനായിട്ട് വരാം. ഒന്ന് സിംഗിൾ ക്യാഷ് ഫ്ലോ. എടാ ഒരൊറ്റ ക്യാഷ് ഫ്ലോൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എടാ ഓരോന്ന് ഇൻഡിവിജ്വലി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ ഇപ്പോൾ ഒന്ന് എഴുതി നോക്കി പോയാൽ മതി. അടുത്ത മൾട്ടിപ്പിൾ അൺഈക്വൽ ഫ്ലോ. അതായത് മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ ഉണ്ട്, അതായത് മോർ ദാൻ വൺ ക്യാഷ് ഫ്ലോ ഉണ്ട്, പക്ഷെ അൺഈക്വൽ ആണ്. എല്ലാ ക്യാഷ് ഫ്ലോയും സെയിം അല്ല. അടുത്തത് മൾട്ടിപ്പിൾ ഈക്വൽ ഫ്ലോ. മൾട്ടിപ്പിൾ ഈക്വൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ ഉണ്ട്, മോർ ദാൻ വൺ ക്യാഷ് ഫ്ലോ ഉണ്ട്, പക്ഷേ അതെല്ലാം ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ആനുറ്റി കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യുക. ഞാൻ ആ പ്രോബ്ലം എത്തുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് ഓക്കെ ആണോ? സെറ്റല്ലേ? ദെൻ ഞാൻ നേരെ പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ എല്ലാവരും റെഡി ആയി നിൽക്കാം. ഓക്കെ, ഇനി ടക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം തീരും, പരിപാടി ഈസി ആയിട്ട് തീരും. ഓക്കെ, ഫസ്റ്റ് വൺ